ആ ലോകത്ത് നീ എങ്ങനെ കിടക്കൂന്ന് ചിന്തിക്കുമോളെ. ഇതെല്ലാം കഴിയും. ഇക്കളിയൊന്നും കളിയല്ല, ഈ കളിയൊന്നും കളിയല്ല. ഈ ആട്ടവും തിമിർപ്പവും ഒക്കെ ലോകത്ത് ആടി കളിച്ച് ഏറ്റവും വലിയ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയ യൂട്യൂബർ ലൈവിൽ എന്നിട്ട് പറയുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. എന്തേ ഒറ്റപ്പെട്ടു? ആരാ പറയണത്? കേരളത്തിൽ ആദ്യമായി ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയ യൂട്യൂബർ പറയുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്തുകൊണ്ട്? കൂടെ വരുന്നവരല്ല, സ്നേഹമുള്ളവരല്ല. ബന്ധനം 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 തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോവും. നിർണയം വ്യർത്ഥങ്ങൾ ജീവിത ബന്ധങ്ങളൂരിൽ അർത്ഥം ഗ്രഹിക്കുവാൻ കാലമെടുത്തു ഞാൻ. ബന്ധങ്ങൾ ബന്ധനം തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോവും. നിർണയം എത്ര വലിയ ബന്ധമാണെങ്കിലും ആ ബന്ധം ഒരു ദിവസം തകരും. ഒരു ദിവസം തകർന്നു പോകും. എല്ലാ ബന്ധങ്ങളും അർത്ഥരഹിതമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോ എന്റെ ആയുസ് കുറെ കടന്നുപോയിരുന്നു. സഹോദര സഹോദരി, 6 അടി മണ്ണിൽ ഒറ്റയ്ക്ക് കിടക്കാൻ കാത്ത് വെള്ളത്തുണിയിലും പൊതിഞ്ഞ് ഉമ്മറപ്പടിയിൽ നിൽക്കുന്നവനോട് നമ്മൾ പോയിട്ട് ഓതുന്നതെന്താ? والقمر قدرناه منازل حتى عاد كالرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. എല്ലാവരും ചോദിക്കണത് മരിച്ചവരെ ട്യൂഷൻ എടുക്കണോ? വിവരമില്ലാത്തൊരു മരിച്ചു കിടക്ക അവരോട് എന്താ ബോധനെ? ഇവിടെ എന്നെ ശ്രദ്ധിച്ചേക്ക്. ഇത് വളരെ അടുത്ത ഹബീബ, അദ്ദേഹത്തിന് നാട്ടിൽ ചേണാരി പോയിട്ട് ഞാൻ വാത് പറഞ്ഞു. 2014 ആ പിരിച്ച പൈസക്ക് മദ്രസ ഉണ്ടാക്കി. ഇന്നവിടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കണു. അപ്പൊ അഹമ്മദ് കബീറിന്റെ ലാഭം എന്താ? അവിടെ രാവിലെ വൈകുന്നേരം 10 സലാത്ത് ചെല്ലുമ്പോൾ അതിന്ന് ഒരെണ്ണം നമ്മൾ എവിടെ കിടന്നുറങ്ങിയാലും കിട്ടും. ഈ സദക്കയുടെ പ്രത്യേകത ഏതാ? നമ്മളൊരു ഹാഫിളിനെ ഏറ്റെടുത്തു, നമ്മൾ എവിടെയോ ആയി. എന്നാലും അവനെവിടെ ഇരുന്ന് ഓതുമ്പോൾ അതിനൊരു പ്രതിഫലം ഒന്നുണ്ട്. ജീവിതത്തിൽ ചില സദക്കലാണ്, ജാരിയായ സദക്കയാണ്, ഒഴുകുന്ന സദക്ക. അതാണ് ഒരു ഹാഫിളിനെ ഏറ്റെടുക്കുക. ഇൻഷാ അല്ലാഹ് അതിനെല്ലാവരും തയ്യാറാണ്. നമ്മുടെ ഇവിടെ 32 ഹാഫിളുകളുണ്ട്. 5 പേര് ഇതുവരെ സ്പോൺസറായി. ഇനി 27 പേരെ അവിടെ സ്പോൺസറായി. ഒരാൾക്ക് ഒരു വർഷം 30,000 രൂപയുള്ളൂ. ഒരു മാസം 2,500 രൂപ മാറ്റി വെച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഒരു നല്ല നീയത്തിന്. ഞാൻ ദുബൈയിലാണ്, ഞാൻ പറയണത് ലൈവിൽ കേട്ടാണ് ദുബൈ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ പോകുമ്പോൾ ഞാനുണ്ട്, എൻ്റെ മോനുണ്ട്, ഞങ്ങളെല്ലാം